ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന വ്യോമശക്തിയുടെ ഗംഭീരമായ പ്രദർശനത്തിൽ തദ്ദേശീയമായ ലഘു യുദ്ധവിമാനമായ തേജസ് അതിന്റെ കഴിവ് തെളിയിച്ചു. മഹത്തായ തരംഗ് ശക്തി അഭ്യാസത്തിന് മുന്നോടിയായി ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂറോഫൈറ്റർ ടൈഫൂൺ, റാഫേൽ ജെറ്റുകൾ എന്നിവയെ തേജസ് തടഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിനായി ഈ യൂറോപ്യൻ പവർഹൗസുകൾ തമിഴ്നാട്ടിലെ സുലൂർ എയർബേസിലേക്കുള്ള യാത്രയിലായിരുന്നു. ചൊവ്വാഴ്ച ആരംഭിച്ച അഭ്യാസത്തിൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ ചില യുദ്ധവിമാനങ്ങളെ 2 ഘട്ടങ്ങളുള്ള ആകാശ ഷോഡൗണിനായി ഒരുമിച്ച് കൊണ്ടുവരുന്നു. 10 രാജ്യങ്ങളിൽ നിന്നുള്ള 67 യുദ്ധവിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമ്പോൾ 18 രാജ്യങ്ങളിൽ നിന്നുള്ള നിരീക്ഷകരും പങ്കെടുക്കുന്നു. വ്യോമ മേധാവിത്വത്തിനപ്പുറം ഇന്ത്യയുടെ സൈനിക പരസ്പര പ്രവർത്തനക്ഷമതയും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ തരംഗ് ശക്തി ലക്ഷ്യമിടുന്നു. 75 മുതൽ 80 വരെ യുദ്ധവിമാനങ്ങൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുമായി ഇന്ത്യൻ വ്യോമസേന അതിന്റെ ശക്തി പ്രകടിപ്പിക്കുന്നു. ജർമ്മൻ അംബാസഡർ ഫിലിപ്പ് അക്കർമാൻ ഈ അഭ്യാസത്തെ ഇന്തോ-ജർമ്മൻ ബന്ധത്തിലെ നാഴികക്കല്ലായി അഭിനന്ദിച്ചു. അതേസമയം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കാമറൂൺ പ്രാദേശിക സ്ഥിരതയ്ക്കായി സംയുക്ത സൈനിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ലോകം ഉറ്റുനോക്കുന്നതുപോലെ തരംഗ് ശക്തി വെറും ആകാശപ്രാപ്തി മാത്രമല്ല, ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ വളർന്നുവരുന്ന നിലയുടെ തെളിവാണിത്.